പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് സാമുവേലിന്റെ 2-ാം പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ തിരുവചനം. ദാവീദിന്റെ പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ കാണുന്നത്. വചനം ഇങ്ങനെയാണ് വെളിപ്പെടുന്നത്: അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. അതായത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എൻ്റെ കുടുംബം അങ്ങയുടെ സന്നിധിയിൽ ഒരിക്കലും മാറിപ്പോകാതിരിക്കുന്നതിനെ ദൈവമേ അങ്ങ് തന്നെ അനുഗ്രഹിക്കണം. അതായത് സ്വർഗം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഈ ലോകത്തിൻ്റെ ദേവന്മാരല്ല, പൈശാചിക സ്വാധീനങ്ങളല്ല, സ്വർഗം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് നരകിച്ച് ജീവിക്കണം എന്നാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ചോദിക്കുന്നത്, എൻ്റെ അച്ഛാ, ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ നരകിച്ച് ജീവിക്കണം എന്നാണോ ഈശോ ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങൾ, ഒരിക്കലും സ്വർഗം ആഗ്രഹിക്കുന്ന അങ്ങനെ നരകിച്ച് ജീവിക്കണം എന്ന് ഒരാളെ കുറിച്ചിട്ടും സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയിലും ആനന്ദത്തിലും സന്തോഷത്തിലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലും ജീവിക്കണം എന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അത് അപ്പോൾ നമുക്ക് ശരിക്കും വലിയ പ്രതികൂലത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ശരിക്കും ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഇത് ശരിക്കും ഒരു ദൈവ പൈതൽ ഓരോ ബലി അർപ്പിക്കുമ്പോഴും സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, യേശുവേ അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ കുടുംബം അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എൻ്റെ കർത്താവെ, ഈ ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഏറ്റവും ഉണർവോടെ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ശരിക്കും നമ്മൾ അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും നിയോഗങ്ങൾക്ക് നമ്മൾ സമർപ്പിക്കാറുണ്ട്. അതായത് ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ കുടുംബം അകന്നു പോകരുത്. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മറ്റു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ കുടുംബം അകന്നു പോകരുത്. ആ ഒരു നിയോഗാർത്ഥത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ പ്രാർത്ഥന ഇന്നെന്തായാലും ബലി അർപ്പിച്ചിട്ടുണ്ടാവില്ല. ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ ബൈബിൾ റീഡിങ് എല്ലാം ആ ഒരർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് കുടുംബം മാറിപ്പോകാതെ അഭിഷേകം പ്രാപിക്കാൻ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ കുടുംബ പ്രാർത്ഥന നല്ല ആഗ്രഹത്തോടുകൂടി ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ കുടുംബം അകന്നു പോകരുത്. ദൈവമേ, ഉന്നതമായ വിധത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് ഞങ്ങൾ വഴി നടത്തണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.